الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أهل الكتاب لا تغلوا في دينكم ولا تقولوا على الله إلا الحق إنما المسيح عيسى بن مريم رسول الله وكلمته ألقاها إلى مريم وروح منه فآمنوا بالله ورسله ولا تقولوا ثلاثة انتهوا خيرا لكم إنما الله إله واحد سبحانه أن يكون له ولد له ما في السماوات وما في الأرض وكفى بالله وكيلا لن يستنكف المسيح أن يكون عبدا لله ولا الملائكة المقربون ومن يستنكف عن عبادته ويستكبر فسيحشرهم إليه جميعا സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് അതോടെ തന്നെ ഈ ലോകത്തോട് വിട പറയുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ, മുത്തഖികളിൽ ഉൾപ്പെടാൻ എന്നെയും നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം അൻ-നിസാ, അതിലെ 171, 172 വചനങ്ങളാണ് ഞാൻ ഓതിവെച്ചത്. വേദക്കാരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചില കാര്യങ്ങൾ പറയുന്നതാണ്. യാ അഹ്ലൽ കിതാബ്, വിശുദ്ധ ഖുർആനിൽ എവിടെയും യാ യഹൂദ് യാ നസാറ എന്നൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അത്രമാത്രം ആദരവോടെയാണ് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ അഹ്ലുൽ കിതാബ് എന്ന പ്രയോഗമുണ്ട്. അതിൽപ്പെട്ട ഒന്ന് തന്നെയാണിത്. വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിര് കവിയരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ ഒരിക്കലും സത്യമല്ലാതെ, യാഥാർത്ഥ്യമല്ലാതെ നിങ്ങൾ പറയുകയും ചെയ്യരുത്.
ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം, മറിയമിന്റെ മകനായ മസീഹ് ഈസ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. വകലിമത്തുഹു അൽഖാഹാ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത അവന്റെ വാചകവുമാകുന്നു, വാക്കുമാകുന്നു. വറൂഹും മിൻഹു, അവനിൽ നിന്നുള്ള റൂഹ്, ആത്മാവും മാത്രമാണ്. ഫആമിനൂ ബില്ലാഹി വറസുലി, അതുകൊണ്ട് അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുക, അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിക്കുക. വലാ തഖൂലു സലാസ, നിങ്ങൾ ത്രിത്വം ഒരിക്കലും പറയരുത്. ഇൻതഹു, അതിൽ നിന്ന് നിങ്ങൾ വിരമിക്കുക. ഖൈറൻ ലക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇന്നമല്ലാഹു ഇലാഹും വാഹിദ്, നിങ്ങളുടെ അള്ളാഹു മാത്രമാണ് ഏകനായ ആരാധ്യൻ, ഇലാഹ്. സുബ്ഹാന അൻ യകൂന ലഹു വലദുൻ, അവന് സന്താനങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് എത്രയോ പരിശുദ്ധനാണ് അവൻ. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമെല്ലാം ഉള്ളതെല്ലാം അവന്റേതാകുന്നു. വകഫാ ബില്ലാഹി വക്കീല, ഭരമേൽപ്പിക്കപ്പെടുവാൻ അള്ളാഹു മാത്രം മതി. ലൻ യസ്തൻകിഫൽ മസീഹു, മസീഹ് ഈസ ഒരിക്കലും വൈമനസ്യം കാണിക്കുകയില്ല. അൻ യകൂന അബ്ദൻ ലില്ലാഹ്, അള്ളാഹുവിന്റെ ദാസനായി തീരാൻ ഒരിക്കലും വൈമനസ്യം കാണിക്കുകയില്ല. വലൽ മലായികത്തുൽ മുഖറബൂൻ, അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം സിദ്ധിച്ച മലക്കുകളും വൈമനസ്യം കാണിക്കുകയില്ല അള്ളാഹുവിന്റെ ദാസന്മാരാകുന്നതിൽ. വമൻ യസ്തൻകിഫ് അൻ ഇബാദതിഹി വയസ്തക്ബിർ, ആരെങ്കിലും അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നതിന്, ആരാധിക്കുന്നതിന് വൈമനസ്യം കാണിക്കുകയോ അഹംഭാവം നടിക്കുകയോ ചെയ്താൽ ഫസയഹ്ശുറുഹും ഇലൈഹി ജമീഅ, അവരെ മുഴുവനും അള്ളാഹുവിന്റെ അടുക്കലേക്ക് അള്ളാഹു ഒരുമിച്ച് കൂട്ടും. ഇതാണ് ഈ രണ്ട് വചനങ്ങളുടെ സാരം. അള്ളാഹു നിയോഗിച്ചയച്ച മുഴുവൻ പ്രവാചകന്മാരെയും ഒരു തരത്തിലുള്ള വിവേചനവും വേർതിരിവുമില്ലാതെ പൂർണ്ണമായും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ വിശ്വാസികളായി തീരുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. ഈമാൻ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അതിന് പ്രവാചകൻ നൽകിയ മറുപടിയിൽ ഇക്കാര്യം വളരെ വ്യക്തമാണ്. അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. വറസൂലിഹി എന്നല്ല പറഞ്ഞത്, വറുസുലിഹി എന്നാ പറഞ്ഞത്. അതായത് അള്ളാഹുവിൽ നീ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, വറുസുലിഹി, അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിക്കുക. അപ്പൊ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുക, പ്രവാചകനിൽ വിശ്വസിക്കുക എന്ന ഏകവചന ശൈലി അല്ല, മറിച്ച് വേദഗ്രന്ഥങ്ങൾ, പ്രവാചകന്മാർ എന്ന ബഹുവചന ശൈലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാകും ആ വിശ്വാസം ഉണ്ടെങ്കിലേ നമ്മളുടെ വിശ്വാസം പരിപൂർണമാവുകയുള്ളൂ എന്ന്. അങ്ങനെ വിവേചനം ഇതിൽ ഉണ്ടാകാൻ ഈ പ്രവാചകന്മാരിലോ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നതിലോ ഒരിക്കലും വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രധാനമായും 3 സ്ഥലങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, 2-ാം അധ്യായമായ അൽ ബഖറയിലെ 136-ാമത്തെ വചനം, അൽ ബഖറയിലെ തന്നെ 285-ാമത്തെ വചനം, ആല ഇമ്രാനിലെ 84-ാമത്തെ വചനം. ഈ 3 വചനങ്ങളിലും ഏതാണ്ട് ആശയ സാദൃശ്യമുള്ള പ്രയോഗം നമുക്ക് കാണാം. അതിൽ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം അൽ ബഖറയിലെ 285-ാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമാണ്. മിക്ക ദിവസങ്ങളിലും ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ, അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരമോ ഒരുമിച്ച് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ പറയാറുള്ള സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ വചനത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത് കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. അള്ളാഹു പ്രവാചകന്മാരായി നിയോഗിച്ചയച്ച ആരൊക്കെയുണ്ടോ അവരിൽ ആരിലും ഒരു വിവേചനവും ഞങ്ങൾ കാണിക്കുകയില്ല എന്ന് ആമനർ റസൂലു എന്ന് തുടങ്ങുന്ന ആ വചനത്തിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്നവരാണ്. അത് പറയാൻ നമ്മളോട് നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ബാക്കി 2 രംഗങ്ങളിലും, ബാക്കി 2 ഇടങ്ങളിലും, സ്ഥലങ്ങളിലും ഏതാണ്ട് ഒരേ രൂപമാണ്. അതിൽ ഒരു ഭാഗം ഒന്ന് മാത്രം ഞാൻ
ഓർമ്മിപ്പിക്കാം. ഖൂലു, നിങ്ങൾ പറയുക, ആമന്നാ ബില്ലാഹ്, അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചു, വമാ ഉൻസില ഇലൈനാ, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചു. വിശുദ്ധ ഖുർആനാണ്. വമാ ഉൻസില ഇലാ ഇബ്രാഹിം വ ഇസ്മാഈൽ വ ഇസ്ഹാഖ് വ യഅഖൂബ് വൽ അസ്ബാത്ത്. ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യഅഖൂബ് അലൈഹിമുസ്സലാം, അവരുടെ സന്താന പരമ്പരകൾ, സന്തതികൾ. വമാ ഊതിയ മൂസ വ ഈസ, മൂസാ നബിക്കും ഈസാ നബിക്കും നൽകപ്പെട്ടതിലും. വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം, അല്ലാഹു അവരുടെ രക്ഷിതാവിൽ നിന്ന് പ്രവാചകന്മാർക്ക് എന്തൊക്കെ അവതരിപ്പിക്കപ്പെട്ടു അതിലെല്ലാത്തിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവരിൽ ഒരാളിന്റെ ഇടയിൽ ഞങ്ങൾ ഒരു വിവേചനവും കാണിക്കുകയില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളാകുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നു. അപ്പൊ എന്തായി? പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും വിശ്വാസത്തിന്റെ കാര്യത്തിൽ വിവേചനം വിശ്വാസികളായ നമുക്ക് പാടില്ല. അപ്പൊ ആ നിലയിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് വിശ്വസിച്ചേ തീരൂ. അതിൽ മറ്റൊരു വിശ്വാസം നമ്മിൽ ഉണ്ടാകാൻ പാടുമില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ അങ്ങ് പുകഴ്ത്തി ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ ദൈവപുത്രൻ അവിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ജൂതന്മാരാകട്ടെ ഇകഴ്ത്തി, നിന്ദിച്ച്, താഴ്ത്തി വ്യഭിചാരപുത്രനാണ് എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. ഇത് രണ്ടുമല്ല യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം എന്താണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്ന വചനങ്ങളാണ് നാം ആദ്യം അർത്ഥം മനസ്സിലാക്കിയത്. വളരെ കൃത്യമായി അവിടെ പറഞ്ഞു, ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രനായ ഈസാ മസീഹ് റസൂലുള്ളാഹ്, ഒന്ന് അള്ളാഹുവിന്റെ റസൂലാണ്, രണ്ട് അള്ളാഹു മറിയമിലേക്ക് ഇട്ടുകൊടുത്ത വചനമാണ്, കലിമത്താണ്, മൂന്ന് അള്ളാഹുവിൽ നിന്നുള്ള റൂഹാണ്, ആത്മാവാണ്. ഈ മൂന്ന് വിശേഷണവും അല്ലാതെ മറ്റൊന്നും ഒരു വിശ്വാസിക്ക് ഈസാ നബിയെ കുറിച്ച് പറയാനോ പഠിപ്പിക്കാനോ ഉൾക്കൊള്ളാനോ സാധ്യമല്ല. അപ്പൊ അള്ളാഹുവിന്റെ മകനാണ്, പുത്രനാണ് എന്ന് പറയുന്നതിനെ എത്ര ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം സാധാരണ ഏത് സന്താനങ്ങളുടെയും പേര് പറയുമ്പോൾ ആ സന്താനങ്ങളുടെ പിതാവിന്റെ പേര് ചേർത്തിട്ടാണ് പറയാറുള്ളത്. സുലൈമാൻ ഇബ്നു ദാവൂദ്, ദാവൂദിന്റെ പുത്രനായ സുലൈമാൻ. മുഹമ്മദ് ഇബ്നു അബ്ദുള്ള, അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ്, ഇങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേര് പറഞ്ഞ ഒരു സ്ഥലത്തും പിതാവിന്റെ പേര് പറഞ്ഞിട്ടില്ല, മാതാവിന്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രനായ ഈസ. അതൊന്നും രണ്ടും തവണയല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. 31 പ്രാവശ്യം ഈസ ഇബ്നു മറിയം എന്ന പ്രയോഗം വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം. മറിയമിന്റെ പുത്രനായ ഈസ. ഒരു പ്രവാചകന്റെ മാതാവായി പേര് പറയപ്പെടുന്ന വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായത്തിന്റെ പേര് സൂറത്തു മറിയം എന്നാണ്. സൂറത്തു ആയിഷ ഇല്ല, സൂറത്തു ഖദീജ ഇല്ല, സൂറത്തു ഉമ്മു സലമ ഇല്ല. അങ്ങനെയുള്ള ഒരൊറ്റ സൂറത്തും കാണാൻ കഴിയില്ല. ഇവരുടെ ആരുടെയും പ്രവാചക ഭക്തിമാരിൽ ആരുടെയെങ്കിലും പേരോ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചക ഭക്തിമാർ എന്ന് മൊത്തത്തിൽ പറയുകയും സത്യവിശ്വാസികളുടെ മാതാക്കൾ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറയുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവരുടെ ആരുടെയും പേരുകൾ പരാമർശിച്ചിട്ടില്ല. പക്ഷേ ഈസാ നബിയുടെ മാതാവായ മറിയമിന്റെ പേര് 31 പ്രാവശ്യം വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഈസ ഇബ്നു മറിയം എന്ന പ്രയോഗത്തിലൂടെയാണ് എന്ന് നാം മനസ്സിലാക്കുക. അവിടൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും, ഒരിക്കലും ദൈവപുത്രനല്ല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന്, മറിയമിന്റെ പുത്രനാണ് എന്നാണ്. അപ്പൊ അതിന് പകരം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള പരാമർശത്തെ കുറിച്ച് അള്ളാഹു താക്കീത് ചെയ്യുന്നത് നോക്ക്. വഖാലു ഇത്തഖദ റഹ്മാനു വലദ, റഹ്മാനായ അള്ളാഹുവിന് സന്താനമുണ്ട്, സന്താനം സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദ, നിങ്ങൾ വളരെ ഗുരുതരമായ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്.
അതിന്റെ ഗുരുതരമായ അവസ്ഥ എത്രമാത്രം ഉണ്ട് എന്ന് തുടർന്നുള്ള വചനങ്ങളിൽ പറയുന്നു. ആ വാക്കുകൊണ്ട് അള്ളാഹുവിന്റെ പുത്രൻ എന്ന് പറയുന്നതിലൂടെ സംഭവിക്കുന്നത് ആകാശങ്ങൾ പൊട്ടിപ്പിളരാനാകും, ഭൂമി പൊട്ടിപ്പിളർന്നു പോകും, പർവ്വതങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമായി പോകും. എന്തുകൊണ്ട്? പരമകാരുണികനായ അള്ളാഹുവിന് ആൺകുട്ടിയുണ്ട്, മകനുണ്ട് എന്ന് പറഞ്ഞ കാരണത്താൽ അത്ര ഗുരുതരമായ കാര്യമാണ്. റഹ്മാനായ അള്ളാഹുവിന് സന്താനം ആൺകുട്ടി ഉണ്ടാവുക എന്നുള്ളത് ഭൂഷണമായ കാര്യമല്ല. അങ്ങനൊരു സംഭവമേ ഇല്ല. ഇതാണ് ഖുർആൻ വ്യക്തമാക്കി പറയുന്ന കാര്യം. അപ്പൊ അവിടെ നമുക്ക് നിൽക്കാൻ കഴിയും, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് നീങ്ങാൻ കഴിയില്ല. എങ്ങനെയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനനം? ഈസാ നബിയുടെ അനുയായികൾ ഒരു പിതാവിന് ഒരു പേര് നൽകിക്കൊണ്ട് ആണ് സാധാരണയായവർ പറയാറുള്ളത്. ആ പിതാവ് ഈസാ നബിയുടെ പിതാവ് അല്ല. വിശുദ്ധ ഖുർആൻ അത് അംഗീകരിക്കുന്നുമില്ല. ഉമ്മയുടെ പേര് മാത്രമാണ് പറയുന്നത്. ഒരു സ്ഥലത്ത് അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബ് സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഈസയുടെ ഉദാഹരണം അള്ളാഹുവിന്റെ അടുക്കൽ ആദമിനെ പോലെയാണ്. ആദമിന് ഉപ്പയുമില്ല ഉമ്മയുമില്ല. ഈസാ നബിക്ക് ഉപ്പയില്ല, ഉമ്മയുണ്ട്. അതാണ് അത് രണ്ടും കൂടെ ചേർത്ത് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു ഖലഖഹു മിൻ തുറാബ്, ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് അള്ളാഹു അതിനോട് കുൻ, നീ ആവുക എന്ന് പറഞ്ഞു. ഫയക്കൂൻ, അപ്പോൾ അതുണ്ടായി. ഈ കെലിമത്താണ് മറിയമിലേക്ക് അള്ളാഹു നിക്ഷേപിച്ചത് എന്ന് നേരത്തെ പറഞ്ഞത്. വകലിമത്തുഹു അൽഖാഹാ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത വചനമാണ്, വാക്കാണ് എന്ന് പറഞ്ഞ ഈ വാക്ക അള്ളാഹു ഒരു കാര്യം ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയക്കൂൻ. ഏതൊരു കാര്യം അള്ളാഹു തീരുമാനിച്ചാലും ഉണ്ടാകണമെന്ന് തീരുമാനിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി. ഫയക്കൂൻ, അപ്പോൾ അത് ഉണ്ടായിരിക്കും, ഉണ്ടായി കഴിയും. അങ്ങനെയാണ് ഈസാ നബിയുടെ ജനനം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈസാ നബിയുടെ മാതാവിന്റെ പേരുകൊണ്ട് അറിയപ്പെടുന്ന ആ സൂറയുടെ ഏതാണ്ട് 16 മുതൽ 34-ാമത്തെ വചനം വരെ വചനങ്ങൾ ഈസാ നബിയുടെ ജനനത്തെ കുറിച്ച് പറയുന്നതാണ്. ഈസാ നബിയുടെ ജനനം, ആ സംഭവം ഇങ്ങനെ വിശദീകരിച്ചിട്ട് ذَلِكَ عِيسَى بْنُ مَرْيَمَ قَوْلَ الْحَقِّ الَّذِي فِيهِ يَمْتَرُونَ مَا كَانَ لِلَّهِ أَن يَتَّخِذَ مِن وَلَدٍ سُبْحَانَهُ إِذَا قَضَى أَمْرًا فَإِنَّمَا يَقُولُ لَهُ كُن فَيَكُونُ. കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് നൽകപ്പെട്ട ഇഞ്ചീൽ എന്ന് പറയുന്ന വേദഗ്രന്ഥത്തിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അതിന്റെ മുമ്പ് വന്നുപോയ സർവ്വ വേദഗ്രന്ഥങ്ങളെയും സാക്ഷാത്കരിക്കുന്നതാണ്. അതിനു മുമ്പ് വന്നുപോയ മുഴുവൻ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നതാണ്. ഒരു പ്രവാചകന്റെ ഇടയിലും വിവേചനം പാടില്ല എന്ന് പഠിപ്പിച്ച ഗ്രന്ഥമാണ്. അപ്പോൾ ആ അവസാനത്തെ വേദഗ്രന്ഥം ഈസാ നബിയുടെ ജനനത്തെ കുറിച്ച് ഒരുപാട് കെട്ടുകഥകളും അപവാദങ്ങളും ഈസാ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കൂട്ടിയിട്ടുണ്ട് എങ്കിൽ അതിനൊക്കെ യുക്തമായ മറുപടി, ശക്തമായ മറുപടി, വ്യക്തമായ മറുപടി, സുതാര്യമായ മറുപടി വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. ആ മറുപടി കുറച്ചൊക്കെ നമുക്ക് സൂറ ആല ഇംറാനിൽ വായിക്കാം. കുറെയൊക്കെ സൂറത്തു മറിയമിൽ അത് തന്നെ ഇങ്ങനെ വദ്കുർ ഫിൽ കിതാബി മറിയം എന്ന് തുടങ്ങി വരുന്ന ആ വചനങ്ങൾ അത് മുഴുവൻ വായിച്ച് ഓതിയിട്ട് അർത്ഥം പറയാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ആ രൂപത്തിൽ പറഞ്ഞത്. 16-ാമത്തെ വചനം മുതൽ വദ്കുർ ഫിൽ കിതാബി മറിയം, മറിയമിന്റെ കാര്യം ഓർക്കുക ഈ വേദഗ്രന്ഥത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭവം പറഞ്ഞു തരികയാണ്. അകന്നു പോയിരിക്കുന്നതും അതിനു മുമ്പ് മറിയം ബൈത്തുൽ മുഖദ്ദസില് അതിന്റെ പരിപാലനത്തിനായി നേർച്ചയാക്കപ്പെട്ടതും ഇമ്രാന്റെ ഭാര്യ ഹന്ന തന്റെ ഉദരത്തിൽ പിറക്കുന്ന കുഞ്ഞിനെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി പരിപാലനത്തിന് വേണ്ടി ഞാൻ നൽകാമെന്ന് നേർച്ചയാക്കുന്നു. ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി ഇന്നക അന്തസ് സമീഉൽ അലീം. സൂറ ആല ഇംറാനിൽ കാണാമത്.
എന്റെ വയറ്റിലുള്ളതിനെ ഞാൻ നിനക്ക് നേർച്ചയാക്കുന്നു, പൂർണ്ണമായും ഒഴിഞ്ഞ് നിനക്ക് വേണ്ടി നിന്റെ ഗേഹത്തിന്റെ പരിപാലനത്തിന് വേണ്ടി ഞാൻ നേർച്ചയാക്കി എന്ന് പറയുന്നു. അങ്ങനെ ഗർഭം ധരിച്ച് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയാണ്. അപ്പൊ നേർച്ച വീട്ടാതെ നിർവാഹമില്ല. അവിടെ അന്ന് നാട്ടു നടപ്പനുസരിച്ച് അവരിൽ പിറക്കുന്ന കുഞ്ഞുങ്ങളെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് നേർച്ചയാക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അധികവും ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇത് പെൺകുട്ടിയായി. പക്ഷേ ആ പെൺകുട്ടിക്ക് ഞാൻ മറിയം എന്ന് പേരിട്ടുകൊണ്ട് ഏതായിരുന്നാലും എന്റെ നേർച്ച ഞാൻ നിറവേറ്റുകയാണെന്ന് പറഞ്ഞ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നൽകുന്നു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയമിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വളർത്തുന്നു. അങ്ങനെ വളർന്ന് ഒരു കന്യകയായി യുവതിയായി മാറിയപ്പോൾ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് ഏകാന്തയായി ഇരിക്കുന്നത് മറിയമിന് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്ക് സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ ഒരു മനുഷ്യന്റെ രൂപം പൂണ്ട് അവിടെ ഹാജരാകുന്നു. എന്നിട്ട് അത് കണ്ട ഉടനെ മറിയം പറയുന്നു, നിനക്ക് അള്ളാഹുവിനെ ഭയമുണ്ടെങ്കിൽ നീ എന്നിൽ നിന്ന് വിട്ടുപോ എന്ന് പറയുമ്പോൾ പറയുന്നു, നിനക്ക് ഒരു സക്കിയായ പരിശുദ്ധനായ എല്ലാ നിലയിലും വിശുദ്ധിയുള്ള ഏറ്റവും നല്ല ഒരു കുട്ടിയെ, ഒരു ആൺകുട്ടിയെ സമ്മാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചോദിക്കുന്നു, എനിക്കെങ്ങനെ സന്താനം ഉണ്ടാകാൻ, ആൺകുട്ടി ഉണ്ടാകാൻ? എന്നെ വിവാഹം കഴിച്ച ഒരു മനുഷ്യൻ എന്നെ സ്പർശിച്ചിട്ടില്ല, ഞാൻ ദുർനടപ്പുകാരിയുമല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എനിക്കൊരു കുട്ടി ഉണ്ടാവുക? ആ സന്ദർഭത്തിൽ 3 കാര്യങ്ങളാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. ഒന്ന്, ആയത്തൽ ലിന്നാസ്, ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായിട്ടാണ്. കദാലിക് എന്ന് പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ തന്നെയാണത്, അതിൽ മാറ്റമില്ല, നൽകിയിരിക്കും, അതിനു വേണ്ടിയിട്ടാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുകയും ഈ 2-3 വിശേഷണങ്ങൾ എടുത്തു പറയുകയും ചെയ്തു. അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്താണിത്, അവന്റെ തീരുമാനമാണിത്. അതുപോലെ ആയത്തൽ ലിന്നാസി വ റഹ്മത്തൻ മിന്നാ, ജനങ്ങൾക്ക് മുഴുവനും ദൃഷ്ടാന്തമാണ്. സാധാരണ ഒരാണും പെണ്ണും ഇണചേരുമ്പോൾ ഉണ്ടായിത്തീരുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാത്ത രൂപത്തിലും അള്ളാഹുവിന് സൃഷ്ടിക്കാൻ കഴിയും എന്ന് ലോകർക്ക് ഒരു ദൃഷ്ടാന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. മറിയം ഗർഭിണിയാകുന്നു. ഗർഭം ധരിച്ച് ജനങ്ങളൊക്കെ കൂടി കൂകി കുളിക്കുകയും ഉപദ്രവിക്കുകയും ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്ത സന്ദർഭത്തിൽ അവിടെ നിന്ന് അകലെ ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കാനുള്ള നിർദ്ദേശം വരുന്നു. ഈത്തപ്പന മരത്തിന്റെ അടിയിലേക്ക് പോകാൻ, അവിടെ നല്ല നദി ഒഴുകുന്നുണ്ട്, അതിൽ നിന്ന് കുടിക്കാം, ഈത്തപ്പന പിടിച്ചു കുലിക്കിയാൽ ഈത്തപ്പഴം കിട്ടും, ഭക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറിയമിന് സന്ദേശം നൽകുകയാണ്. അങ്ങനെ പോയി ആ കൈക്കുഞ്ഞു മേന്തിക്കൊണ്ട് പ്രസവം കഴിഞ്ഞു. അങ്ങനെ മഹാദ് വന്നു കഴിഞ്ഞപ്പോൾ, അഥവാ പ്രസവ വേദന വന്നു കഴിഞ്ഞപ്പോൾ മറിയമിന്റെ ഒരു വാക്ക് ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്, ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ ഇതിനു മുമ്പ്. വകുന്തു നസിയം മൻസിയ, ഇങ്ങനെ മറിയം എന്ന് പറയുന്ന ഒരു സ്ത്രീ ജീവിച്ചിരുന്നു എന്നറിയപ്പെടാത്ത നിലയിൽ മറവിയിലാക്കപ്പെട്ടിരുന്നെങ്കിൽ നന്നായേനെ. യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയ, വേദനയുടെ അങ്ങേയറ്റം, കൂക്കുവിളി, ആക്ഷേപങ്ങൾ, ഇതൊക്കെ ഒരു ഭാഗത്ത് നിന്ന് കേൾക്കുന്നു, മറുഭാഗത്ത് പ്രസവ വേദന, ആരുമില്ല സഹായിക്കാൻ. ആ വേളയിൽ പറഞ്ഞുപോയ വാക്കുകളാണ് അത് ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളൊരു ഉമ്മയാണ്. അമ്മയാകുന്ന സന്ദർഭത്തിൽ അമ്മയാകാനുള്ള യോഗ്യത സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ. ലോകത്ത് ആരൊക്കെ എന്ത് തലകുത്തി മറിഞ്ഞാലും ശരി, ഈ 3 കാര്യങ്ങൾ, ഗർഭം ധരിക്കുക, പ്രസവിക്കുക, കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുക എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങൾ സ്ത്രീകളിൽ, പെണ്ണുങ്ങളിൽ അള്ളാഹു നിക്ഷിപ്തമാക്കിയിരിക്കുന്ന കാര്യമാണ്. ഒരാണിനും അതിന് കഴിയില്ല എന്നുള്ളത്, ഇതേവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്, ഇനിയോട്ട് കഴിയാനും പോണില്ല എന്നുള്ളതും സുവ്യക്തമായ കാര്യമായി നാം മനസ്സിലാക്കുന്നു എങ്കിൽ നാം ഇത് തിരിച്ചറിയുക. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞത് ആ വേദന കൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ, ഈ മറിയം എന്ന പേര് പരാമർശിക്കുന്ന രൂപത്തിൽ ഇല്ലാതെ വിസ്മൃതിയിലാണ്ടു പോയെങ്കിൽ എന്നൊക്കെ പറയുന്നു. അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമാശ്വാസത്തിന്റെ വാക്ക് നൽകി അവസാനം ആ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ആ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവർ പറയുന്ന വാക്കുണ്ട്, ലഖദ് ജീഅ്തു ശൈഅൻ ഫരിയ്യ, വളരെ ഗുരുതരമായ, ആക്ഷേപകരമായ, വളരെ ന്യൂനതയുള്ള, മോശമായ ഒരു കാര്യമാണല്ലോ നീ ഈ ചെയ്തിരിക്കുന്നത്. യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ, ഹാറൂനിന്റെ സഹോദരി,
നീ എങ്ങനെയാണ്, നിന്റെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നല്ലോ, നിന്റെ ഉമ്മ ദുർനടപ്പുകാരിയായിരുന്നില്ല, പിന്നെ നീ എന്താണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള നിലയിൽ വന്നപ്പോൾ അള്ളാഹു നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഈ കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുമ്പോൾ പലരും പലതും പറയും, എനിക്ക് നോമ്പാണെന്ന് പിന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു വിട്ടിരുന്നു. ഉടനെ തന്നെ മറിയം ആ കുട്ടിയിലേക്ക് വിരൽ ചൂണ്ടി, ആ കുട്ടിയിലേക്ക് വിരൽ ചൂണ്ടി. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ, ഈ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെയാ സംസാരിക്കുക? ആ സന്ദർഭത്തിൽ ഈസാ നബി തൊട്ടിൽ കിടന്നുകൊണ്ട് സംസാരിച്ചു. അത്ഭുതം, മുഅ്ജിസത്ത്, അത്യത്ഭുതം. എന്താണ് പറഞ്ഞ വാക്കുകൾ? ഇന്നി അബ്ദുല്ലാഹ്. ഇന്നി ഇബ്നുല്ലാഹ് എന്ന് പറഞ്ഞില്ല, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്, ഞാൻ അള്ളാന്റെ മകനാണെന്ന് പറഞ്ഞില്ല. പിന്നെ എങ്ങനെ, എവിടെ നിന്നാ ഇത് കിട്ടിയതെന്ന് മനസ്സിലാവുന്നില്ല. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ്, എനിക്ക് വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു. വജഅലനി നബിയ്യൻ, എന്നെ നബിയാക്കിയിരിക്കുന്നു. മുബാറക്കൻ, അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. വബറം എന്നങ്ങനെ അങ്ങനെ ഓരോന്ന് എണ്ണി പറയുന്നു. സമയക്കുറവുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത്രയും കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടാണ് ഖുർആൻ പറയുന്നത്, ദാലിക ഈസ ഇബ്നു മറിയം, അതാണ് മറിയമിന്റെ പുത്രൻ ഈസ. ഖൗലുൽ ഹഖ്, ഇതാണ് യാഥാർത്ഥ്യം. ഈ പറഞ്ഞ കഥയാണ്, ഈ പറഞ്ഞ സംഭവമാണ് ഈസയുടെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഖൗലുൽ ഹഖ് അല്ലദീ ഫീഹി യംതറൂൻ, സംശയം പ്രകടിപ്പിക്കുന്നവർ ഈ യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സംശയത്തിന് നിൽക്കേണ്ട ആവശ്യമില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും ഇല്ല. മറിയമിന്റെ പുത്രനാണ് ഈസ. ഈസ റസൂലുള്ളയാണ്, കലിമത്തുള്ളയാണ്, റൂഹുള്ളയാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. ആ വിശേഷണമൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മറിയം എന്ന് പറയുന്ന സ്ത്രീ പ്രസവിച്ച ഒരു കുട്ടി ഒരു മനുഷ്യനാണ്, റസൂലാണ്. അതാണ് ഈസാ നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. തന്നെയുമല്ല, ആ വിശ്വാസം ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ മറിയമിന്റെ പരിശുദ്ധതയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറ ആല ഇംറാനിൽ പറഞ്ഞു, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയ മറിയമിൽ പറഞ്ഞു. അതിനൊക്കെ പുറമെ ലോകത്ത് സത്യവിശ്വാസികൾക്ക് മാതൃകയായി അള്ളാഹു എടുത്തു പറഞ്ഞത് രണ്ട് പുരുഷന്മാരെയല്ല, സ്ത്രീകളോട് അനാദരവ് കാണിക്കുന്ന, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാത്ത, സ്ത്രീകളെ പിച്ചിപ്പറിക്കുന്ന മതമാണ് എന്ന് പറയുന്നില്ലേ പലരും. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ രണ്ട് സ്ത്രീകളെ എടുത്ത് ഇവരാണ് വിശ്വാസി സമൂഹത്തിന് മാതൃക എന്ന് പറഞ്ഞത് ഖുർആൻ അല്ലാതെ ഒരു വേദഗ്രന്ഥമുണ്ടോ? ഉണ്ടോ ഒരു വേദഗ്രന്ഥം? കാണിച്ചു തരാൻ കഴിയില്ല. ആ വേദഗ്രന്ഥത്തിൽ തഹ്രീമിലെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സ്ത്രീകളെ വർണ്ണിക്കുന്നുണ്ട്. അതിലൊന്ന് ഇംറാഅത്തു ഫിർഔൻ, ഫിർഔന്റെ ഭാര്യ, സത്യവിശ്വാസികൾക്ക് മാതൃകയായി. മറ്റൊന്ന് വമറിയം ഇബ്നത്ത് ഇംറാൻ അല്ലത്തി അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. ഒരു സ്ത്രീയെ കുറിച്ചുള്ള വർണ്ണനയാണ് അല്ലാഹുവിന്റെ വാക്കുകൾ. സ്ത്രീത്വത്തിന് ഇതിലും കൂടുതൽ എന്ത് അംഗീകാരം ഇനി കൊടുക്കാനുള്ളത്? എന്നിട്ടും പറയും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, സ്ത്രീകൾക്ക് അതില്ല, ഇതില്ല, സ്വത്തില്ല, മറ്റേതില്ല, മറിച്ചേതില്ല എന്നൊക്കെ പറയും. കണ്ണും പൂട്ടിക്കൊണ്ടല്ലാതെ, ഉറക്കം നടിച്ചുകൊണ്ടല്ല ഇതൊന്നും പറയാൻ കഴിയില്ല. എന്താ പറഞ്ഞതിന്റെ? ഇമ്രാന്റെ മകൾ മറിയം വിശ്വാസികൾക്ക് മാതൃകയാണ്. എങ്ങനെ? അല്ലത്തി അഹ്സനത് ഫർജഹ, അവളുടെ ചാരിത്രം കാത്ത് സംരക്ഷിച്ചവളായിരുന്നു അവർ. അള്ളാഹു നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ എങ്ങനെയാണ് ജൂതന്മാർക്ക് വ്യഭിചാരപുത്രനാണെന്ന് പറയാൻ കഴിയുക ഈസാ നബിയെ? അള്ളാഹു സർട്ടിഫൈ ചെയ്യുന്നു. ചാരിത്രശുദ്ധിയുള്ള ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത പരിശുദ്ധയായ വനിതയാണ് മറിയം. ആ മറിയമിന്റെ പുത്രനാണ് ഈസ. ആ പരിശുദ്ധി ഈസക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. തന്റെ രക്ഷിതാവിന്റെ കെലിമത്തുകളെ സാക്ഷാത്കരിച്ച വനിതയാണത്. അവന്റെ ഗ്രന്ഥങ്ങളെ സാക്ഷാത്കരിച്ച വനിതയാണത്. വകാനത്ത് മിനൽ ഖാനിതീൻ, ഭക്തിയുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു മറിയം. ഒരു പുരുഷനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ ആരെ കുറിച്ചും പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു വാക്ക്.
അങ്ങനെയുള്ള മറിയമിന്റെ മകനാണ് ഈസ. അതാണ് വിശ്വാസി അതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത്. അതിനപ്പുറം എന്തെല്ലാം തലതിരിഞ്ഞ വിശ്വാസങ്ങൾ വന്നാലും ശരി, ഒരിക്കലും ഈസാ നബിയോ ഈസാ നബിയുടെ മാതാവോ ഞങ്ങൾ ആരാധ്യ വസ്തുക്കളാക്കണമെന്ന് പറഞ്ഞില്ല. ഈസാ നബിയുടെ പ്രബോധനവും മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞതുപോലെ യാ ബനി ഇസ്രായേൽ ഇഅ്ബുദുല്ലാഹ, അല്ലോ ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. അത് മാത്രം ഈസ പറഞ്ഞാൽ എന്നെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ സൃഷ്ടിപ്പിലും ഇനി തിരോധാനത്തിലും അങ്ങനെ തന്നെ അത്ഭുതമാണ്. ഇനി ജീവിതത്തിൽ കാട്ടിക്കൂട്ടിയ ഓരോ മുഅ്ജിസത്തുകൾ എടുത്തു നോക്കിയാലോ അതും അത്ഭുതങ്ങളാണ്. അങ്ങനെ അത്ഭുതങ്ങളാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ഒന്നാകെ ജനനം മുതൽ നമുക്ക് കാണാനും കേൾക്കാനും ഉള്ളത്. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ആളുകൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ആരാണ് ഈസാ നബി, ഖുർആൻ എന്താണ് പഠിപ്പിച്ചത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പ്രവാചകന്മാരെയും ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഒരു വിവേചനവും കാണിക്കാതെ വിശ്വസിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടുവാൻ എന്നെയും നിങ്ങളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه الفائزين برضا الله اتقوا الله عباد الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നൽകിയ ഒരു മുന്നറിയിപ്പിന്റെ വചനമുണ്ട്. ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലക്കും ശിബ്റൻ ബിശിബ്രിൻ ദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹറ റബ്ബിൻ ലതബിഅതുമു. നിങ്ങൾ നിങ്ങളുടെ പൂർവികന്മാരുടെ മാർഗങ്ങളെ ചാണിന് ചാണായും മുഴത്തിനു മുഴമായും നിങ്ങൾ പിൻപറ്റും. എത്രത്തോളം അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിലാണ് കയറിയതെങ്കിൽ നിങ്ങളും പിന്നാലെ കയറും. ഇതാണ് ഹദീസ്. അതുപോലെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ലഅനല്ലാഹുൽ യഹൂദ വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ. ഈ രണ്ട് വിഭാഗത്തിന്റെ പേര് പറഞ്ഞിട്ട്, അഹ്ലുൽ കിതാബിൽപ്പെട്ട ഈ രണ്ട് വിഭാഗത്തിന്റെ പേര് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ. അവരിൽ വന്നുപോയ പ്രവാചകന്മാരുടെയും പുണ്യാത്മാക്കളുടെയും നല്ല മനുഷ്യരായി ജീവിച്ചവരുടെയും ഖബറുകളെ ആരാധനാലയങ്ങളാക്കി. ഇത് രണ്ടും ഒന്ന് ചേർത്ത് വായിക്കണം നമ്മളെല്ലാവരും. എന്തൊക്കെ ഈ മുൻഗാമികൾ എന്ന് പറഞ്ഞപ്പോൾ അത് അൽ യഹൂദ വൻ നസാറ എന്ന് എടുത്തു ചോദിച്ചു സഹാബത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറു ചോദ്യം സുമ്മ മൻ, അവരല്ലാതെ പിന്നെ ആരെയാണ് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നിലയിലുള്ള ആഘോഷങ്ങൾ, അതുപോലെ തന്നെ ഖബറുമായി ബന്ധപ്പെട്ട മരിച്ചുപോയ മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥ അവർക്കുള്ളതാണ്. അത് നിങ്ങളും പിൻപറ്റൂന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ അവർ ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കുക, അതിൽ ഭാഗവാക്കാവുക, ഈ വക കാര്യങ്ങൾ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദ് പോലും ആഘോഷിക്കാൻ മാതൃകയില്ല എന്ന് പറയുന്ന നമ്മൾ മറ്റു പല ജന്മദിനാഘോഷങ്ങളുടെ പിന്നാലെ നമ്മൾ പരക്കം പായുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ ചാണിന് ചാണായും മുഴത്തിന് മുഴമായുമുള്ള പോക്കാണ്. അവർ ഉടുമ്പിന്റെ മാളത്തിലേക്കാണ് കയറുന്നതെങ്കിൽ നമ്മളും പിന്നാലെ കയറിക്കോളും. ആ ദുരവസ്ഥ ഈ ഉമ്മത്തിനുണ്ടായിക്കൂടാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയത്. നമുക്ക് നമ്മളുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. ആ ഐഡന്റിറ്റിയും വ്യക്തിത്വവും നമ്മൾ നിലനിർത്താൻ എപ്പോഴും ശ്രമിക്കണം. ആരെങ്കിലും ചെയ്യുന്നതൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള മനോഭാവത്തോടു കൂടി ഒരിക്കലും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകാതിരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മളുടെ വ്യക്തിത്വവും വിശ്വാസവും സംസ്കാരവും ആദർശവും നമ്മുടെ ആശയവും
നമ്മുടെ അനുഷ്ഠാന കർമ്മങ്ങളും കൃത്യമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ആഹ്വാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. അത് ജീവിതത്തിൽ പകർത്താൻ ഞാനും നിങ്ങൾ ശ്രമിക്കുക. മലിക്കുൽ ജബ്ബാറായ അല്ലാഹു റഹ്മാനും റഹീമുമായ നാഥൻ അതിനെ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിന്റെ ശരിയായ ദിശയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിക്കാനും മരണപ്പെടുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ചെറുതും വലുതുമായി രോഗങ്ങൾ ബാധിച്ച് നമ്മിൽപ്പെട്ട പലരും വിശ്രമത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം പ്രയാസങ്ങളെ അകറ്റി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മാറാവ്യാധികളിൽ നിന്ന് നാം ഏവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا إنك رؤوف رحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.